എല്ലാവർക്കും ഡോക്സ്റ്റാർ ലേണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഫിസിക്സുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ അതുപോലെ തന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ LDC പരീക്ഷയ്ക്കും ഇനി വരാൻ പോകുന്ന LGS പരീക്ഷയ്ക്കും ഒക്കെ ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് കയറാം. ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും. ഓപ്ഷൻസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്: 10 മിനിറ്റ്, 12 മിനിറ്റ്, 5 മിനിറ്റ്, 8.2 മിനിറ്റ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ നോക്കാം. ശരിക്കും പറയുന്നത് സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. 8 മിനിറ്റും 20 സെക്കൻഡുമാണ് സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 മിനിറ്റും 20 സെക്കൻഡും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. ഒന്നുകിൽ നമുക്ക് പറയാം, സെക്കൻഡിൽ തന്നെ പറയുകയാണെങ്കിൽ 500 സെക്കൻഡ് എന്ന് പറയാം. സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് പറയാം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇത് നോക്കി നിങ്ങൾ. ഇപ്പോൾ 8.2 മിനിറ്റാണ്. 8.2 മിനിറ്റാണ്, ശരിയല്ലേ? 0.1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 സെക്കൻഡുകൾക്ക് തുല്യമാണ്. 0.1 മിനിറ്റ് എന്ന് പറയുന്നതാണ് 6 സെക്കൻഡുകൾക്ക് തുല്യമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ പൂർണ്ണമായിട്ടും ശരിയല്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആൻസറായിട്ട് ഇത് തന്നെ മാർക്ക് ചെയ്യാം. 8.2 തന്നെ മാർക്ക് ചെയ്യാം. ഈ 8 മിനിറ്റ് 20 സെക്കൻഡ് എന്നുള്ള രീതി വെച്ചുകൊണ്ടാണ് അവിടെ 8.2 തന്നിരിക്കുന്നത്. 8 മിനിറ്റ് 20 സെക്കൻഡ് ആകുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 8.3 വരും. 8.3 കുറച്ചും കൂടെ കൂടുതലായിരിക്കും. 8.3 സംതിങ് ആണ് മിനിറ്റ് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറയാവുന്ന ഉത്തരവ് എന്ന് പറയുന്നത് ഇതാണ് 8.2 മിനിറ്റ് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാ? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ലെൻസിൻ്റെ പവറിനെ നമ്മൾ P എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയും അതിൻ്റെ ഫോക്കൽ ദൂരത്തെ F എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി നമുക്കിങ്ങനെ പറയാൻ സാധിക്കും: പവർ ഈക്വൽ ടു എന്ത് പറയാം? 1/f എന്ന് പറയാം. പവർ ഈക്വൽ ടു എന്താണ്? 1/f ആണ്. അപ്പോൾ മീറ്ററിലുള്ള ഫോക്കൽ ദൂരത്തിൻ്റെ വ്യുൽക്രമമാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഈക്വൽ ടു 1/f ആകുമ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെൻസിൻ്റെ പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആണ് കേട്ടോ. ലെൻസിൻ്റെ പവർ പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡയോപ്റ്റർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് പവറുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2 ഡയോപ്റ്റർ എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസിനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2 ഡയോപ്റ്റർ എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസിനെയാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ലെൻസുകളെ. പിള്ളേരെ നിങ്ങൾക്ക് അറിയാം, ലെൻസുകൾ നമുക്ക് രണ്ട് ടൈപ്പ് ലെൻസുകളുണ്ട്. കോൺകേവ് ലെൻസുകളുമുണ്ട്, കോൺവെക്സ് ലെൻസുകളുമുണ്ട്. അപ്പോൾ കോൺകേവുമുണ്ട്, കോൺവെക്സ് ലെൻസുകളുമുണ്ട്. അതിൽ കോൺകേവ് ലെൻസുകളെ സംബന്ധിച്ച് അതിൻ്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കോൺകേവ് ലെൻസുകളുടെ പവർ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവും. കോൺവെക്സ് ലെൻസുകളുടെ പവർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവുമാണ്. ചോദ്യത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് -2 ഡയോപ്റ്റർ എന്നാണ്. അപ്പോൾ -2 ഡയോപ്റ്റർ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ ഇനി കോൺകേവ് ലെൻസ് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കി, ഓപ്ഷൻസ് നോക്കുക. അപ്പം 2 ഓപ്ഷൻസ് കോൺകേവ് വന്നിട്ടുണ്ട്. കോൺകേവ് ലെൻസ് 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും സിയും കോൺകേവ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം പവറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പവർ എന്ന് പറയുന്നത് 1/f ആണെന്ന് പറഞ്ഞു. 1/f ആണ്. അപ്പോൾ ഇവിടെ പവർ തന്നിട്ടുണ്ട് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈൻ ഒന്നും നോക്കണ്ട. സൈൻ വെച്ച് നമ്മൾ ലെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തു, കോൺകേവ് ലെൻസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി പവറിൻ്റെ 2 എന്നങ്ങ് ഉപയോഗിക്കുക. 2 = 1/f എന്ന് പറയാം, അല്ലെങ്കിൽ F = 1/2 എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മീറ്ററിലുള്ള ഫോക്കൽ ദൂരമാണ് നമ്മളിവിടെ ഉപയോഗിക്കണം നേരത്തെ പറഞ്ഞായിരുന്നു, ശരിയല്ലേ? അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് 1/2 മീറ്ററാണ്. 1/2 മീറ്ററാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1/2 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്
1/2 മീറ്റർ അല്ലെങ്കിൽ 1/2 മീറ്റർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം സെൻറ്റിമീറ്ററിൽ, അപ്പോൾ നമ്മൾ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും 1/2 മീറ്റർ എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററുകൾക്ക് തുല്യമാണ്. 50 സെൻറ്റിമീറ്ററുകൾക്ക് തുല്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സൈൻ വെച്ചുകൊണ്ട് നമ്മളതൊരു കോൺകേവ് ലെൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫോക്കൽ ദൂരവും കിട്ടി. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? അപ്പം ദർപ്പണങ്ങളും ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻസ് ഒക്കെയാണ് കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, സമതല ദർപ്പണം, ഇവയൊന്നുമല്ല. ഏതാണ് ചോദ്യം? ഇങ്ങനെയാണ്, സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത്, സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം എന്ന് പറയുന്നത് ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണമാണ്. എന്നാൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളിലും ടോർച്ചിലുമൊക്കെ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നത്? കോൺകേവ് ദർപ്പണമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. പ്രകാശവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫുക്കാൾട്ട് ആണ്. ലിയോൺ ഫുക്കാൾട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ് കേട്ടോ. ക്രിസ്ത്യൻ റോമറാണ് പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് എന്ന് പറയുന്ന ആരാണ്? ക്രിസ്ത്യൻ റോമറാണ്. അപ്പോൾ നിങ്ങൾ നോക്കി തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി. ഇനി രണ്ടാമത്തെ, പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് എ മൈക്കൽസൺ. ശരിയാണ്, അത് ശരിയാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിർത്താം. കാരണം 2 മാത്രം ശരി എന്നൊരു ഓപ്ഷൻ നമുക്കില്ല. പിന്നെ ഒന്നാമത്തെ തെറ്റുമായതുകൊണ്ട് എല്ലാം ശരിയാകത്തുമില്ല. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും 2ഉം 3ഉം ശരിയാണെന്ന് പറയാൻ സാധിക്കും. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റോടെ നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. പ്രകാശത്തിൻ്റെ തീവ്രത പ്രകാശ തരംഗത്തിൻ്റെ ആയതിയെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം 2ഉം ശരിയാണ്, 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻസ് ഒക്കെയാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്, ഐസക് ന്യൂട്ടൺ, ജഗദീഷ് ചന്ദ്ര ബോസ്, നരേന്ദർ സിംഗ് കപാനി. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ കണ്ടുപിടിച്ചത് ആരെന്നൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? നരേന്ദർ സിംഗ് കപാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ക്രിസ്റ്റ്യൻ ഹൈജൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. പിന്നെ അതുപോലെ ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ജഗദീഷ് ചന്ദ്ര ബോസ് അഥവാ JC ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ക്രസ്കോഗ്രാഫ് എന്ന് കേട്ടിട്ടുണ്ടോ? ക്രസ്കോഗ്രാഫ് സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രസ്കോഗ്രാഫ്. ഈ ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? JC ബോസ് ആണ്. സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജഗദീഷ് ചന്ദ്ര ബോസ് അഥവാ JC ബോസ് ആണ്. അതുപോലെ തന്നെ ദ്രവ്യത്തിൻ്റെ ജഗദീഷ് ചന്ദ്ര ബോസിൻ്റെ പേര് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഓർമ്മ വരുന്ന മറ്റൊരു പേരുണ്ട്, SN ബോസ്, സത്യേന്ദ്രനാഥ ബോസ് എന്നൊരു പേരും കൂടെ നിങ്ങൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ സത്യേന്ദ്രനാഥ ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ, 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയ സയൻറ്റിസ്റ്റാണ് SN ബോസ് എന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയത് SN ബോസ് ആണ്, സത്യേന്ദ്രനാഥ് ബോസ് ആണ്. അതുപോലെ ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ച ആരാണ്? ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ക്രസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം, ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണ നിയമം ഇതൊക്കെ അവതരിപ്പിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നമ്മൾ പറഞ്ഞു നരേന്ദർ സിംഗ് കപാനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഈ ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ചതും നരേന്ദർ സിംഗ് കപാനിയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.
ഫാറ്റ മൊർഗാന എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മരീചിക, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, നക്ഷത്രങ്ങളുടെ മിന്നിത്തിളങ്ങൽ ഇവയൊന്നുമല്ല. ഇതിൽ ഫാറ്റ മൊർഗാന എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. മരീചികയുമായി ബന്ധപ്പെട്ടതാണ് ഫാറ്റ മൊർഗാന എന്ന പദം എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഫാറ്റം. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ, നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം എന്താണെന്ന് പറഞ്ഞത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ് എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തന്നെയാണ്. ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം, വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം ഇതൊക്കെ പൂർണ്ണ ആന്തര പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം, രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്നതായി നമുക്ക് തോന്നാറുണ്ട്, അല്ലെങ്കിൽ മിന്നുന്നതായി കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനമാണ് കേട്ടോ. അപവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നതാണ് റിഫ്രാക്ഷൻ ആണ് വരുന്നത്. റിഫ്രാക്ഷൻ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം റിഫ്രാക്ഷനാണ്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസത്തിന് കാരണം, നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസത്തിന് കാരണം എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, നമുക്ക് നക്ഷത്രങ്ങളെ ചെറിയ നിറവ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. നീല കൂടിയ വെള്ള നിറത്തിൽ കാണാറുണ്ട്, അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് കാണാറുണ്ട്, ഒരു മഞ്ഞ നിറമുള്ള നക്ഷത്രങ്ങളെ കാണാറുണ്ട്, പിന്നെ ഒരു ചുവപ്പ് ചേർന്ന നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ നക്ഷത്രങ്ങളുടെ നിറത്തിനുണ്ടാകുന്ന ഈ വ്യത്യാസത്തിന് കാരണം എന്ന് പറയുന്നത് അവയുടെ താപനിലയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനവും നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസത്തിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? അവയുടെ താപനിലയിലുള്ള വ്യത്യാസവുമാണ്. താപനില ഏറ്റവും കൂടിയ നക്ഷത്രം എന്ന് പറയുന്നത് മിൽക്കി വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂവിഷ് വൈറ്റ് ആണ് കേട്ടോ. ബ്ലൂവിഷ് വൈറ്റ് അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് എന്ന് പറയാം, വെള്ളയാണ്. അപ്പം പിന്നെ അങ്ങോട്ട് വരുന്തോറും മഞ്ഞ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് നിറത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ താപനില എന്താണ്? കുറവാണ്. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 പ്രസ്താവനകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ ആണ് ഹോളോഗ്രഫി എന്ന് പറയുന്നത്. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രഫി. അപ്പോൾ ഓപ്ഷൻസ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലല്ല തന്നിരിക്കുന്നത്, അതിന് പകരം വേറെ രീതിയിൽ തന്നിരിക്കുന്നത്. ABC എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നു, Cയും Dയും Aയും Bയും ശരി, A തെറ്റ് B ശരി എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രഫി, അത് ശരിയാണ്. പിന്നെ ഡെന്നിസ് ഗാബോർ ഹോളോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഡെന്നിസ് ഗാബോർ ആണ് ഹോളോഗ്രഫിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് A, B ശരിയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് Aയും Bയും ശരിയെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് പറയേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായ ഉത്തരം കണ്ടെത്തുക. എല്ലുകളുടെ ക്ഷതം അറിയുന്നതിന് എക്സ്റേസ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ കൈയൊടിയുകയോ അല്ലെങ്കിൽ നമുക്ക് എല്ലുകൾക്ക് പൊട്ടലുണ്ടാകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യമായിട്ട് ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? എക്സ്റേ എടുത്ത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എല്ലുകൾക്കുണ്ടാകുന്ന ക്ഷതം അല്ലെങ്കിൽ പൊട്ടലൊക്കെ അറിയുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? എക്സ്റേസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാംസഭാഗങ്ങളിലൂടെ തുളച്ചു കയറുവാൻ കഴിവുള്ള കിരണമാണ് എക്സ്റേ, അതും ശരിയാണ്. മാംസഭാഗങ്ങളിലൂടെ തുളച്ചു കയറുവാൻ കഴിവുള്ളത് കൊണ്ടാണ് എല്ലുകളുടെ ചിത്രം എടുക്കുവാൻ എന്തുപയോഗിക്കുന്നത്? എക്സ്റേ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും ശരിയാണ്. ഇനി നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം. ഓപ്ഷൻ A നിങ്ങൾ നോക്കിയേ, 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നോക്കിയാൽ അതിൻ്റെ ബാക്കി നോക്കിയേ, 2 1ൻ്റെ ശരിയായ വിശദീകരണമാണ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു മാംസഭാഗങ്ങളിലൂടെ തുളച്ചു കയറുവാനുള്ള എക്സ്റേയുടെ കഴിവ് കൊണ്ടാണ് എല്ലിൻ്റെ ചിത്രം എടുക്കുവാൻ അല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാകുന്ന പൊട്ടലൊക്കെ പഠനങ്ങൾ നടത്താൻ വേണ്ടി ചിത്രം എടുക്കാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? എക്സ്റേ ഉപയോഗിക്കുന്നു പറയുമ്പോൾ 1 തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ A തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 1ഉം 2ഉം ശരിയാണ്. 2 1ൻ്റെ ശരിയായ വിശദീകരണമാണ്. അപ്പോൾ അതാണ് ഉത്തരമെന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രതത്വം ഏതാണ്? അപ്പം ഒരു ഫിനോമിനുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് അത് ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്താനാണ്. ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം. ചില മൃദുലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത ആവൃത്തി ഉള്ള പ്രകാശരശ്മി പതിക്കുമ്പോൾ ആ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും.
ഇത് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വമാണ്. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് പ്രതിഭാസം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ കറക്റ്റ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്നൊക്കെയാണ് നമ്മൾ സോളാർ സെല്ലുകളുടെ കേസിൽ അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ സാധിക്കും. ഓപ്ഷൻ ബി ആണ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അൾട്രാവയലറ്റ് കിരണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ അൾട്രാവയലറ്റ് കിരണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണമാകുന്നു. ശരിയാണ്, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെയ്യിലെ മായം തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്നു. അതും ശരിയാണ്. നെയ്യിലെ മായം കണ്ടെത്തുവാൻ എന്തുപയോഗിക്കുന്നു? അൾട്രാവയലറ്റ് ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്നു. അത് തെറ്റാണ്. ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. പിന്നെ അതുപോലെ ശരീരത്തിൽ വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണമാണ് യു വി എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ അനുസരിച്ച് തെറ്റായ പ്രസ്താവന, ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന ഏതാണെന്നൂടെ പഠിച്ചു വെക്കുക. ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്നത്. അടുത്ത കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പച്ച, നീല, ചുവപ്പ്, മഞ്ഞ. ഇത് നിറങ്ങളുടെ പ്രൈമറി സെക്കൻഡറി എന്നൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. പ്രാഥമിക വർണ്ണങ്ങളാണ് ചുവപ്പ്, പച്ച, നീല എന്നിവ. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി കളേഴ്സ് ആണ്. സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത് യെല്ലോ, സിയാൻ, മജന്തയാണ്. RGB YCM എന്ന് ഓർത്തു വെക്കുക. പ്രൈമറി ആണ് റെഡ്, ഗ്രീൻ, ബ്ലൂ. സെക്കൻഡറി എന്ന് പറയുന്നത് യെല്ലോ, സിയാൻ, മജന്തയാണ്. അപ്പോൾ ഇവിടെ പ്രൈമറി ആയിട്ടുള്ള ആരൊക്കെയുണ്ട്? പച്ച പ്രൈമറിയാണ്, നീല പ്രൈമറിയാണ്, ചുവപ്പ് പ്രൈമറിയാണ്, മഞ്ഞ എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. അപ്പോൾ അത് ഒരാൾ മാത്രമാണ് കൂട്ടത്തിൽ പെടാത്തത്. ഏതാണ് ഉത്തരമെന്ന് പറയുന്നത്? മഞ്ഞയാണ് ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുന്നത്? ഈ 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെയുള്ള കോണളവിനെ നമ്മൾ തീറ്റയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n=360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ആണ്. അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. അപ്പം തീറ്റ കോണളവാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡിവൈഡഡ് ബൈ തീറ്റയാണ് വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ തീറ്റ ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുന്ന് തീറ്റയുടെ വാല്യൂ കൂടുമ്പോഴാണോ എണ്ണം കൂടുന്നത്, അതോ തീറ്റയുടെ വാല്യൂ കുറയുമ്പോഴാണോ എണ്ണം കൂടുന്നത്? ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 30 ഡിഗ്രിയാണ് വരുന്നത്. തീറ്റയുടെ വാല്യൂ കുറയുന്നതനുസരിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കുക. അവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏത് കോണളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ്. 30 ഡിഗ്രിയാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n=360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ആണ്. അവിടെ തീറ്റ എന്ന് പറയുന്നത് കോണളവാണ്. ഈ 2 ദർപ്പണങ്ങൾ തമ്മിൽ ചേർന്ന കോണളവാണ് തീറ്റ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള ഒബ്ജക്റ്റും അതിൻ്റെ റിയൽ ഇമേജും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ആയിരിക്കും ഡാഷ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരം ഡാഷ് ആയിരിക്കും. f 2f 4f 0 ഏതാണ് വരുന്നത്? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നതാണ് 0 വരുന്നത്. പുറത്തേക്ക് ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അടുത്തൊരു പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. R=2f ഒരു പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. R=2f ആയിട്ടുള്ള പ്രോബ്ലംസ് മാക്സിമം ചെയ്ത് പഠിക്കുക കേട്ടോ. ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ആരം. അപ്പോൾ ഫോക്കസ് ദൂരമാണ് തന്നിരിക്കുന്നത്. f=20 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം R=2f ആണ് വരുന്നത്. R=2f ആകുമ്പോൾ വക്രത ആരം എന്ന് പറയുന്നത് R= നമുക്കിങ്ങനെ പറയാൻ സാധിക്കും 2
ഇൻറ്റു ഇവിടെ എത്ര ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് 20 വരുന്നത്. അപ്പോൾ 2 × 20 വരും. 2 × 20 എന്ന് പറയുന്നത് എത്രയാണ് 40 സെൻറ്റിമീറ്റർ ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. അടുത്തതും R=2F തന്നെ ഒരു പ്രോബ്ലമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. F=15 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ അതിന്റെ വക്രത ആരമാണ് R കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം R=2F ആണ് വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് പറയാം F15 ആണെങ്കിൽ R എന്ന് പറയുന്നത് 2 × 15 വരും. എത്രയാണ് 30 സെൻറ്റിമീറ്റർ ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. വജ്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിളക്കത്തിൽ ആണ്. ഈ തിളക്കത്തിന് കാരണം എന്ത്? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പൂർണ്ണാന്തര പ്രതിഫലനം എന്താണെന്നും അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങും, നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ് വജ്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിളക്കത്തിലാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്ന് പറയുന്നത് ഏത് പ്രകാശ പ്രതിഭാസമാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുന്നു. മഴവില്ല് ഉണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? അപ്പോൾ ഈ മഴവില്ല് എന്ന് പറയുന്നത് PSCയുമായി ബന്ധപ്പെട്ട് PSCയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് മഴവില്ലിൻ്റെ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത്. മഴവില്ല് ഉണ്ടാകുമ്പോൾ പ്രധാനമായും 3 പ്രകാശ പ്രതിഭാസങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അപവർത്തനം നടക്കുന്നുണ്ട്, പൂർണ്ണ ആന്തര പ്രതിഫലനം നടക്കുന്നുണ്ട്, പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, ഈ 3 പ്രകാശ പ്രതിഭാസങ്ങളാണ് മഴവിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അപവർത്തനം, പൂർണ്ണാന്തര പ്രതിഫലനം, പ്രകീർണനം, ഇങ്ങനെ 3 പ്രകാശ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കി മാർക്ക് ചെയ്യാം. അപവർത്തനമുണ്ട്, ആന്തരിക പ്രതിഫലനം, ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ. അപവർത്തനം, ആന്തര പ്രതിഫലനം, പ്രകീർണനം. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പൂർണ്ണ ആന്തര പ്രതിഫലനം നടക്കുന്നുണ്ട്, പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്? അപ്പോൾ നമ്മൾ കളേഴ്സിനെ കുറിച്ച് നേരത്തെ ഒരു ചോദ്യം കണ്ടായിരുന്നു. പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇത് 3 പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? യെല്ലോ, സിയാൻ, മജന്ത. ഇതെല്ലാം അതിൻ്റെ കോമ്പിനേഷൻ എടുക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പറയാം, റെഡും ഗ്രീനും ചേരുമ്പോൾ ലഭിക്കുന്ന നിറമാണ് യെല്ലോ എന്ന് പറയുന്നത്, ഗ്രീനും ബ്ലൂവും ചേരുമ്പോൾ ലഭിക്കുന്ന നിറമാണ് സിയാൻ എന്ന് പറയുന്നത്, റെഡും ബ്ലൂവും ചേരുമ്പോൾ ലഭിക്കുന്ന നിറമാണ് ഇത് മജന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അത് ഓർത്തിരിക്കുക. റെഡും ഗ്രീനും ചേർന്നാൽ ലഭിക്കുന്ന നിറം എന്ന് പറയുന്നത് ആരാണ്? യെല്ലോയാണ്. ഗ്രീനും ബ്ലൂവും ചേർന്നാൽ ലഭിക്കുന്ന നിറം എന്ന് പറയുന്നത് സിയാനാണ്. അതുപോലെ റെഡും ബ്ലൂവും ചേർന്നാൽ ലഭിക്കുന്ന നിറം എന്ന് പറയുന്നത് ആരാണ്? മജന്തയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പുമാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്നത് ആരെയാണ്? റെഡും ഗ്രീനും. പച്ചയും ഗ്രീനും റെഡും ചേർന്നാൽ ലഭിക്കുന്നത് മഞ്ഞയാണ് ലഭിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി മഞ്ഞയാണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് മറ്റൊരു സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക്